10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഗവർണർമാരുടെ പദവികളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കച്ചകെട്ടി ഇറങ്ങിയതോടെ നിയമസഭയിൽ സാമാജികർ എങ്ങനെ പെരുമാറണമെന്നും നിയമസഭയിൽ നിക്കർ കാണിക്കുന്ന തരത്തിൽ മേശപ്പുറത്ത് എങ്ങനെ കയറി നിൽക്കാമെന്നും CPM നേതാക്കൾക്ക് മാത്രം അനുവദനീയമായ നാട്ടുഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചും ഭാര്യയെയും മറ്റ് അടുത്ത ബന്ധുക്കളെയും എങ്ങനെ സർക്കാർ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും തിരികെ കയറ്റാമെന്നും എങ്ങനെ അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് സംരംഭം തുടങ്ങാമെന്നും ചുളിവിൽ ഡോക്ടറേറ്റും PhDയും ഒക്കെ പേരിനൊപ്പം ചേർക്കാമെന്നതുമൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഗവർണർമാരുടെ പദവികളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി സർക്കാർ ഒരുങ്ങുന്നത്. ഇതിലേക്കായി പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് തിടുക്കത്തിൽ മാറ്റം വരുത്തുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ചത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിനെതിരെ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ചോദിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇതുവരെയും മറുപടി നൽകിയിട്ടുമില്ല. ഇതിനിടയിലാണ് മന്ത്രിയുടെ ഭരണഘടന പഠിപ്പിക്കൽ. കഴിഞ്ഞ ദിവസം ദേശീയ ഗാനത്തെ അവഹേളിച്ചതിൽ രൂക്ഷ വിമർശനം നേരിട്ടതിനെ തുടർന്നാണ് മന്ത്രി സിലബസ് പരിഷ്കരണവുമായി രംഗത്തു വന്നത്. ഭാരതാംബയെ വണങ്ങണമെന്ന് ഗവർണർ കുട്ടികളെ ഉപദേശിച്ചത് തിരുത്തണമെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. 11-12 ക്ലാസുകളിലെ പാഠപുസ്തകവും പുതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ച വിവരം ഉൾപ്പെടുത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിനിടെ രാജ്ഭവനിൽ മന്ത്രി ശിവൻകുട്ടി കാട്ടിയ പ്രോട്ടോകോൾ ലംഘനത്തെ അഭിനന്ദിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും രംഗത്തെത്തി. ശിവൻകുട്ടിയുടെ സമീപനം ശരിയായ ദിശയിലുള്ളതും മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതുമാണെന്നും മന്ത്രി P പ്രസാദിന്റേത് അഭിനന്ദനാർഹമായ നടപടിയെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത്. മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചു എന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത്.